എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് തിരുവനന്തപുരത്ത് രണ്ട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. തലസ്ഥാനത്താണ് നമ്മളുള്ളത്. അപ്പം പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. അതേമാതിരി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം ഇത് മുഴുവനും. അപ്പം നമുക്കിപ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയയാണ്. അത് പറയണ്ടല്ലോ, സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് നമുക്കധികം ദൂരമൊന്നുമില്ല. സറൗണ്ടിങ് 1 കിലോമീറ്റർ മാത്രമേ എല്ലാ ഫെസിലിറ്റീസും, അതേമാതിരി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബേക്കറി ജംഗ്ഷൻ എല്ലാം എൻ്റെ അടുത്തായിട്ടാണ്. നമുക്കിത് വരുന്നത് തൈക്കാട് മോഡൽ സ്കൂളിനോടടുത്ത് ചെങ്കൽച്ചൂള റോഡിൻ്റെ എതിർവശമാണ് ഇത് വരുന്നത്. PRS ഫ്ലാറ്റിന് അടുത്ത് തന്നെയാണിത്. കോർപ്പറേഷനിൽ വരുന്നൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഇതിൽ ഏഷ്യനെറ്റ് ന്യൂസ് ചാനലൊക്കെ കാണാം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയണ്ട, എല്ലാവിധ ഇതുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്കിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു റോഡിനോട് ചേർന്നിട്ട് നല്ലൊരു കഷ്ണം ഒരു 4 സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസിനാണ് നമുക്ക് നോക്കുന്നത്. ഈ ഫ്ലാറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ്. 2 സൈഡിൽ നിന്നും, ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഇതിൽ എൻട്രി ഉണ്ട്, ഈ സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. ഈ എൻട്രി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇത് വിലയ്ക്ക് വാങ്ങാവുന്നവർക്ക് അങ്ങനെയും വാങ്ങാം. അതല്ല നമുക്ക് വയർ ഹൗസിനോ കാര്യങ്ങൾക്കോ ഈ കാട് പിടിച്ചിടുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ക്ലിയർ ആക്കി തരും. അപ്പോൾ അത് നമുക്ക് വാങ്ങേണ്ടവർക്കാണെങ്കിൽ അത് വാങ്ങാം. അല്ലാത്തവർക്ക് നമുക്കിതിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്ലാറ്റിൻ്റെ പാർക്കും കാര്യങ്ങളാണ് നമ്മൾ കണ്ട. അതിനോട് ചേർന്നിട്ട് കിടക്കുന്ന നല്ലൊരു കഷ്ണമാണ്. പൈപ്പ് ലൈനൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് കുഴക്കണ്ട അടിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അടിക്കാം. ഇതിൽ ഓൾമോസ്റ്റ് വെള്ളം ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇതിൽ വീട് കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്തതാണ്. ഇനി വയർ ഹൗസിന് വേണ്ടവർക്ക് ഇത് അതിൻ്റെ രീതിയിൽ കെട്ടിയെടുക്കാവുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നമ്മൾ എടുത്തതേ ഉള്ളൂ. നമുക്കവിടെ മറച്ചു വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ ഷീറ്റ്. അവിടെയാണ് മെയിൻ ഗേറ്റ് വരുന്നത്. നമുക്ക് അതിലേ പോയിട്ട് അതിൻ്റെ മെയിൻ എൻട്രി കൂടെ നമുക്ക് കാണാം. ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഫുൾ ലെങ്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട പല ഫെസിലിറ്റീസിനും, അതായത് പല കൊമേഴ്ഷ്യൽ രീതിയിലുള്ള എന്ത് ഇതിനും നമുക്ക് ലോഡ്ജിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മെയിൻ റോഡാണ് കാണുന്നത്, മെയിൻ ഹൈവേ. 1 വേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയും എൻട്രി ഉണ്ട്. അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു ഏരിയ കൂടിയാണ്. അഥവാ ആള് പോയിക്കൊണ്ടിരിക്കുന്ന അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ അവിടെ നമ്മൾ സൂം ചെയ്ത് കാണിച്ചത് ആ ഷീറ്റ് കാര്യങ്ങൾ, ഗേറ്റ് കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിന്ന് നമുക്ക് റോഡിലേക്കുള്ള ഒരു തുച്ഛമായിട്ടുള്ള ഒരു 10-20 മീറ്റർ തന്നെ പിന്നെ ഇതേ ഉള്ളൂ ഇവിടുന്ന് റോഡിലേക്ക്. PRSൻ്റെ ഫ്ലാറ്റിൻ്റെ റോഡ് ചേർന്നിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. റോഡ് ഫ്രണ്ടേജ് ഒന്നുകൂടെ കാണിച്ചെന്ന് മാത്രം. റോഡിൻ്റെ നമുക്ക് ഇപ്പോൾ ഈ ഫ്ലാറ്റിനോട് ചേർന്നിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നമുക്കിതിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ രീതിയിൽ നമുക്ക് വയർ ഹൗസൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ഫ്ലോട്ടും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ വില ഉദ്ദേശിക്കുന്ന 1.25 CR ആണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു വിലയെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷൻ സിറ്റിയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വില. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ പോവാം. ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ അടുത്ത വീഡിയോ വരുന്നത്
അടുത്ത് വരുന്നത് നമുക്ക് പാപ്പനംകോടിനും കാരയ്ക്ക മണ്ഡപത്തിനും അടുത്താണ്. അതും കോർപ്പറേഷനിൽപ്പെട്ട സ്ഥലമാണ്, ബസ് റൂട്ടാണ്. നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പൂഴിക്കുന്ന് മറ്റേ നമുക്ക് വെടിക്കെട്ടിൻ്റെയൊക്കെ ആശാൻ്റെയൊക്കെ സ്ഥലമുള്ളതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത്. അതും റോഡിൽ നിന്നും തുച്ഛമായിട്ടുള്ള ദൂരത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലം വരുന്നത്. നല്ലൊരു ഏരിയയാണ്. അതിൽ നമുക്ക് 10 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. അതും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടിനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ വെയർ ഹൗസിനോ വേണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ല നല്ല വീടുകൾ നിറയെ ഉള്ള ഒരു ഏരിയയാണ്. VIP ഒരു റൂട്ടാണ്. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള പൂഴിക്കുന്ന് വെടിക്കെട്ട് ആശാൻ്റെ സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പം നമുക്കിപ്പോൾ ഈ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇതിൽ നമുക്കൊരു 5-6 തെങ്ങുകളുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമുക്ക് സ്ഥലം വരുന്നത്. ഈ സ്ഥലത്തിൽ നമുക്ക് അങ്ങനെ ഇനി വീട് വെക്കേണ്ടവർക്ക് വീടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ സ്ക്വയർ ഒരു ഫ്ലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് കാണാം. വാഹന സൗകര്യങ്ങളും കാര്യങ്ങളോടാണ്. ചെറിയൊരു ഗേറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല കാടൊക്കെ വെട്ടി തെങ്ങിനൊക്കെ വളം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ്. ഇതാണ് നമ്മൾ ഫുൾ കോമ്പൗണ്ട് വരുന്നത്. അതെ, കായ്ഫലങ്ങൾ നമ്മൾ പറത്തതേ ഉള്ളൂ. ഇനി അടുത്ത കായ്ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും അതേമാതിരി പറഞ്ഞ കണക്ക് നല്ലൊരു ഏരിയ ആണ്. ഇവിടെ സ്ഥലത്തിൻ്റെ വില അന്വേഷിച്ചപ്പോൾ 10-15 ലക്ഷം രൂപയുണ്ട്. നമുക്കിതൊരു 12 ലക്ഷമാണ് ഓണർ പറഞ്ഞ വില. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെയർ ഹൗസിന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല പ്രോപ്പർട്ടീസ് വാങ്ങാനാണെങ്കിലും നമ്മൾ ഇത് കൈമാറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ബന്ധപ്പെടുക. നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ ജെ സൈനിങ് ഓഫ്.